സിമ്പിളായിട്ടൊരു വോൾ ഡെക്കർ ചെയ്തെടുത്താൽ അതിനായിട്ട് ഐസ്ക്രീം സ്റ്റിക്കാണ് കേട്ടോ എടുത്തേക്കുന്നത്. ഇനി നമുക്ക് ഹൊറിസോണ്ടലായിട്ട് ഇതുപോലെ ഒന്നിന് മുകളിലായിട്ട് ഇതുപോലെ ഓരോ സ്റ്റിക്കായിട്ട് ഇതുപോലെ അറേഞ്ച് ചെയ്തിട്ട് ഒരു ലെവലാക്കി വെച്ച് മറ്റൊരു സ്റ്റിക്ക് എടുത്തിട്ട് അതിൽ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് അതിങ്ങനെ ഒരു അറ്റത്തെ ഒരു സൈഡിലായിട്ട് ഇതുപോലെ സ്റ്റിക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു സ്റ്റിക്ക് എടുത്ത് അതിന് താഴെയായിട്ട് കണക്ട് ചെയ്ത് ഇതുപോലെ ഒന്ന് സ്റ്റിക്ക് ചെയ്യുന്നുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് മറ്റു സൈഡിലും ഇതുപോലെ ഒന്ന് സ്റ്റിക്ക് ചെയ്തെടുക്കാമേ. ഇതുപോലെ സ്റ്റിക്ക് ചെയ്യുന്ന സമയത്ത് എല്ലാ സ്റ്റിക്കും സ്റ്റിക്ക് ആവണമെന്നില്ല. അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്തിട്ട് ഒട്ടാത്ത സ്റ്റിക്കുകളൊക്കെ ഒന്ന് ഗം അപ്ലൈ ചെയ്തൊന്ന് സ്റ്റിക്ക് ചെയ്തെടുക്കണം. അതായത് ഇതുപോലെ ഒരു പേപ്പർ കൂടെ എടുത്തിട്ടുണ്ട്, ഈ ഒരു വലുപ്പത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിന് ചുറ്റും നമ്മൾ ഈ ഒരു ഐസ്ക്രീം സ്റ്റിക്ക് ഒന്ന് സ്റ്റിക്ക് ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഒരു കൗട്ട് പോർഷൻ വരുന്ന ഒന്ന് കട്ട് ചെയ്ത് കളയാമേ. എന്നിട്ട് അത് നമുക്കൊന്ന് അതിന് 3 സൈഡിൽ നമുക്ക് ആദ്യം സ്റ്റിക്ക് ചെയ്തെടുക്കണം. ഒരു സൈഡ് ഒന്ന് ഫ്രീ ആയിട്ട് ഇടണം. അത് നമ്മൾ നേരത്തെ ചെയ്തിലോട്ട് സ്റ്റിക്ക് ചെയ്യണ ഒരു പോർഷനിൽ വെറുതെ സ്റ്റിക്ക് ചെയ്യേണ്ടില്ല, വേണമെങ്കിൽ സ്റ്റിക്ക് ചെയ്യാം, അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം. അതിൻ്റെ താഴത്തെ പോർഷനും ഇതുപോലെ ഉടൻ സ്റ്റിക്ക്. അപ്പോൾ അത് ഇതുപോലെ കംപ്ലീറ്റ് ആയിട്ട് സ്റ്റിക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു സ്റ്റിക്ക് ചെയ്ത ഒരു പോർഷനിൽ ഗം അപ്ലൈ ചെയ്തിട്ട് നമ്മൾ നേരത്തെ ചെയ്ത് വെച്ച ക്യാനിലോട്ട് ഒന്ന് അറ്റാച്ച് ചെയ്തെടുക്കാമേ. അപ്പോൾ നമുക്ക് ഇത് ഇങ്ങനെ തന്നെ യൂസ് ചെയ്യാം, അതല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള കളേഴ്സ് കൊടുത്തിട്ട് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ഒരു വുഡൻ ബ്രൗൺ ഷെയ്ഡ് അപ്ലൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ വാട്ടറുമായിട്ട് മിക്സ് ചെയ്ത ശേഷമാണ് അപ്ലൈ ചെയ്തെടുക്കുന്നത്. ഒരു 2 കോട്ടെങ്കിലും അപ്ലൈ ചെയ്താൽ നല്ലൊരു ഭംഗി ഫിനിഷിംഗ് ഒക്കെ കിട്ടത്തുള്ളൂ. അപ്പോൾ നമുക്കിത് ഫ്ലവേഴ്സോ അല്ലെങ്കിൽ ചെറിയ പ്ലാന്റ്സ് ഒക്കെ വോളിൽ ഹാങ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാം, നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ ഇതൊന്ന് ഡ്രൈ ആയ ശേഷം നമുക്കിതിൻ്റെ ബാക്ക് സൈഡിൽ നമുക്ക് ഹാങ് ചെയ്യാനായിട്ട് ഇതുപോലെ കോട്ടൺ ത്രെഡ് എടുത്തിട്ടുണ്ട്. അതെടുത്ത ശേഷം ബാക്കിൽ ഗ്ലൂ അപ്ലൈ ചെയ്ത ശേഷം നമുക്കൊന്ന് സ്റ്റിക്ക് ചെയ്തെടുക്കാം. ഞാൻ ഫ്ലവേഴ്സും പ്ലാന്റ്സൊക്കെ വോളിൽ ഹാങ് ചെയ്ത് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് നല്ല ഭംഗിയായിരിക്കും ഇത്. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കില്ല. ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതിന് ബൈ ബൈ.